വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനലിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന വിഷയം, നമ്മൾ ഗൃഹനിർമ്മാണം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലെ ചില ഘടകങ്ങളെക്കുറിച്ചാണ്. ബാക്കി ഘടകങ്ങൾ കുറേ എണ്ണം നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിന് തുടർച്ചയായിട്ടുള്ള വിഷയമാണ് ഇന്നും പരിഗണിച്ചിരിക്കുന്നത്. അപ്പോൾ ആയാദി ഷഡ്വർഗങ്ങളിലെ തിഥി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, എന്താണ് തിഥി, ഏത് തിഥി സ്വീകരിച്ചാൽ നമുക്ക് സ്വീകരിച്ചിരിക്കുന്ന ചുറ്റളവ് ഉത്തമമായിട്ടുണ്ടായിരിക്കുമെന്നെല്ലാമാണ് ഇന്നത്തെ വിഷയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും വേണ്ടപ്പെട്ടവർക്കൊക്കെ ഇത് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ഒക്കെയും ഒരു താല്പര്യം കാണി. SMECT KP അസ്ട്രോ സെൻറ്ററിൽ KP ജ്യോതിഷ പഠന ക്ലാസ്സുകൾക്ക് ഉള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റേക്കി അറ്റ്യൂൺമെൻറ്റ് ആവശ്യമുള്ളവർക്ക് SMECT KP അസ്ട്രോ സെൻറ്ററിൽ സമീപിക്കാവുന്നതാണ്. റേക്കി അറ്റ്യൂൺമെൻറ്റ് ഓഫ്ലൈനായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന വിഷയം തിഥിയാണ്. അപ്പോൾ എന്താണ് തിഥി എന്ന് ആദ്യം നമുക്ക് നോക്കാം. തിഥി എന്നുള്ളത് രണ്ട് വിധത്തിലുണ്ട്: ശുക്ലപക്ഷ തിഥികളും കൃഷ്ണപക്ഷ തിഥികളും. അമാവാസിക്കു ശേഷം ഓരോ ദിവസവും ചന്ദ്രൻ സൂര്യനിൽ നിന്നും 12 ഡിഗ്രി വീതം അകന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്രകാരം സൂര്യചന്ദ്രന്മാർ തമ്മിലുള്ള അകലം 12 ഡിഗ്രി ആയാൽ ഒരു തിഥിയാകും. ഇങ്ങനെ സൂര്യനും ചന്ദ്രനും സഞ്ചരിച്ചുകൊണ്ടിരുന്ന് യഥാക്രമം അവരുടെ അകലം 180 ഡിഗ്രി ആയാൽ അത് പൗർണമി തിഥി. അമാവാസിയിൽ നിന്നും പൗർണമിയിലേക്കുള്ള ചന്ദ്രൻ്റെ പ്രയാണകാലമായ 15 ദിവസക്കാലത്തെ നമ്മൾ ശുക്ലപക്ഷം, പൂർവപക്ഷം, വെളുത്തപക്ഷം എന്നീ പേരുകളിലെല്ലാം വിളിച്ചു വരുന്നുണ്ട്. പൗർണമി കഴിഞ്ഞാൽ ഓരോ ദിവസവും 12 ഡിഗ്രി വീതം ചന്ദ്രൻ സൂര്യനോട് അടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ 15 ദിവസം കൊണ്ട് സൂര്യനും ചന്ദ്രനും ഒരേ നേർരേഖയിൽ എത്തും. ഈ ദിവസത്തെയാണ് നമ്മൾ അമാവാസി എന്ന് പറയുന്നത്. ഈ അമാവാസി എന്നത് കൃഷ്ണപക്ഷം, അപരപക്ഷം, കറുത്തപക്ഷം എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നുണ്ട്. ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലുമായി തിഥികൾ ആകെ 30 എണ്ണമാണ് ഉള്ളത്. ഈ 30 തിഥികളെ 5 ഗ്രൂപ്പുകളായി തിരിക്കുന്നുണ്ട്. അവ യഥാക്രമം നന്ദ, പ്രഥമ, ഷഷ്ടി, ഏകാദശി, ഇവ ഒരു 3ഉം ഒരേ ഗ്രൂപ്പിൽ വരുന്നവരാണ്. അടുത്തത് ഭദ്ര, അതിൽ ദ്വിതീയ, സപ്തമി, ദ്വാദശി അവരും ഒരേ ഗ്രൂപ്പിൽ നിൽക്കും. തൃതീയ, അഷ്ടമി, ത്രയോദശി എന്നിവ ജയ എന്ന ഗ്രൂപ്പ്. ചതുർത്ഥി, നവമി, ചതുർദശി അത് റിക്ത ഗ്രൂപ്പ്. പഞ്ചമി, ദശമി, വാവ് അത് പൂർണ്ണ ഗ്രൂപ്പ്. നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ചുറ്റളവിന് റിക്തതിഥികളായ ചതുർത്ഥി, നവമി, ചതുർദശി എന്നിവയും അതുപോലെ അഷ്ടമിയും അമാവാസിയും പൗർണമിയുടെ ആദ്യ പകുതിയും ഗൃഹാരംഭത്തിന് വർജ്യമായിട്ടുള്ള തിഥികളാണ്. അതായത് തീരെ ശുഭകരമല്ലാത്ത തിഥികളാണ്. വെളുത്ത വാവു മുതൽ അഷ്ടമി വരെയുള്ള തിഥികൾ കിഴക്കുമുഖമായ പടിഞ്ഞാറ്റിനിക്ക്, നവമി മുതൽ ചതുർദശി വരെ വടക്കുമുഖമായ തെക്കിനിക്കും, കറുത്തവാവു മുതൽ അഷ്ടമി വരെ പടിഞ്ഞാറുമുഖമായ കിഴക്കിനിക്കും, നവമി മുതൽ ശുക്ലപക്ഷത്തിലെ ചതുർദശി വരെ തെക്കുമുഖമായ വടക്കിനിക്കും ഗൃഹാരംഭത്തിന് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അത് നിഷിദ്ധമായ തിഥികളാണ്. ഗൃഹാരംഭത്തിന് വെളുത്തപക്ഷം അത്യുത്തമമാണ്. കറുത്തപക്ഷ തിഥി സ്വീകരിച്ചാൽ ആ വീട്ടിൽ തസ്കര ഭയം ഉണ്ടാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് ശിലാസ്ഥാപന കൃത്യം എപ്പോഴും വെളുത്ത പക്ഷത്തിൽ തന്നെ ചെയ്യേണ്ടതാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് തിഥി കണ്ടുപിടിക്കുക എന്ന് നോക്കാം. നമ്മൾ ഗൃഹാരംഭത്തിനായി സ്വീകരിച്ചിരിക്കുന്ന
ചുറ്റളവിനെ 8 കൊണ്ട് ഗുണിക്കുക. കിട്ടുന്ന ഗുണനഫലത്തെ 30 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരുന്ന സംഖ്യയാണ് നമ്മൾ തിഥിയായിട്ട് കണക്കാക്കുന്നത്. 30 കൊണ്ട് ഹരിക്കുന്നത് കൊണ്ട് 0 മുതൽ 30 വരെയുള്ളത് നമുക്ക് 29 വരെയുള്ള സംഖ്യകളും ശിഷ്ടമായി വരാം. അപ്പോൾ ശിഷ്ടം 15 വരെ വന്നാൽ, 0 മുതൽ 15 വരെ വന്നാൽ അത് ശുക്ലപക്ഷത്തിൽ വരുന്ന തിഥികളായിട്ടും 15ൽ കൂടുതൽ വരുന്ന സംഖ്യ കൃഷ്ണപക്ഷത്തിലെ തിഥികളായിട്ടുമാണ് നമ്മൾ കണക്കാക്കി വരുന്നത്. അപ്പോൾ നമുക്കൊരു ഉദാഹരണം എടുത്ത് നോക്കാം. നമ്മൾ പരിഗണിക്കുന്നത് ഒരു 3 കോൽ ചുറ്റളവാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ 8 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 3 × 8 24 കോല് കിട്ടും. അതിനെ 30 കൊണ്ട് ഹരിക്കുമ്പോൾ 24ൽ 30 പോകാൻ പറ്റില്ല. അപ്പോൾ ഹരണഫലം ഇല്ല, ശിഷ്ടം ഈ 24 തന്നെയാണ്. 24 എന്നത് 15ൽ കൂടിയ സംഖ്യയാണ്. അപ്പോൾ 15ൽ നിന്ന് 24ലേക്ക് 9 സംഖ്യകളുണ്ട്. അതുകൊണ്ട് ഇത് 15ൽ കൂടിയാൽ കൃഷ്ണപക്ഷത്തിലെ തിഥിയാണ്. അത് 9ാമത്തെ തിഥി. അതായത് കൃഷ്ണപക്ഷത്തിലെ നവമി തിഥിയാണ് ഈ 3 കോൽ ചുറ്റിന് വരുന്നത്. അതുകൊണ്ട് അത് തീർത്തും വർജ്യമായിട്ടുള്ളതാണ്. റിക്തതിഥിയിൽപ്പെട്ടതാണ്, കൃഷ്ണപക്ഷത്തിലേതുമാണ്. അതുകൊണ്ട് അത് ഒരിക്കലും സ്വീകരിക്കാൻ നല്ലതല്ല, അല്ലെങ്കിൽ ശുഭമായിട്ടുള്ളൊരു തിഥിയല്ല. അപ്പോൾ നമുക്കൊരു മറ്റൊരു ഉദാഹരണം നോക്കുക. നമ്മളൊരു 16 കോൽ 8 അങ്കുലം ഉള്ള ഒരു ചുറ്റാണ് എടുത്തിരിക്കണത് വിചാരിക്കുക. എങ്കിൽ അതിനെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 130 കോൽ ചുറ്റളവ് വരും. ഈ 130നെ 30 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണബലം 4, ബാക്കി വരുന്നത് 10 കോൽ 16 അങ്കുലമാണ്. 10 കഴിഞ്ഞു, 11ൻ്റെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ 10ാമത്തെ തിഥി കഴിഞ്ഞ് 11ാമത്തെ തിഥിയാണ്. അത് 15ൽ താഴെയായ സംഖ്യയായതുകൊണ്ട് നമുക്കറിയാം അത് ശുക്ലപക്ഷത്തിൽ വരുന്നതാണ് എന്നും 11ാമത്തെ ഏകാദശി തിഥി. അതുകൊണ്ടത് ശുക്ലപക്ഷത്തിലെ തിഥിയാണ്, നമുക്ക് സ്വീകരിക്കാവുന്ന തിഥിയാണ്, ശുഭമായിട്ടുള്ളതാണ്. ഇങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കി നമുക്ക് തന്നെ നമ്മുടെ കൈവശമുള്ള ഭൂമിയിൽ നിർമ്മിക്കാൻ പറ്റുന്ന ചുറ്റേതാണ് എന്ന് ഒരാളുടെയും സഹായം കൂടാതെ വ്യക്തമായി മനസ്സിലാക്കാവുന്നവയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മറ്റ് വീഡിയോവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.